നമസ്കാരം. ഭാഷാ വിചാരണ എന്നൊരു പങ്ക്തി ആരംഭിക്കുകയാണ് എൻ്റെ ഈ ചാനലിൽ. ഇത് പല എപ്പിസോഡുകളിലായി, അധ്യായങ്ങളിലായി നിങ്ങളിലേക്ക് എത്തിക്കണം എന്നാണ് എൻ്റെ ഒരു താല്പര്യം. ഭാഷയെ വിചാരണ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സമകാലിക പ്രസിദ്ധീകരണങ്ങളിൽ ആഴ്ചപ്പതിപ്പായാലും പത്രമായാലും പുസ്തകങ്ങളായാലും പാഠപുസ്തകങ്ങളായാലും അതിലൊക്കെ വരുന്ന ഭാഷാപരമായ ചില പ്രശ്നങ്ങൾ നമ്മൾ വിചാരണ ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ ഞാനൊരു ഭാഷാ പണ്ഡിതനൊന്നുമല്ല. കണ്ണിൽപ്പെടുന്ന ചില അബദ്ധങ്ങൾ, ഭാഷാ പ്രയോഗങ്ങളിലെ വൈകല്യങ്ങളൊക്കെ ഇതിലൂടെ ഒന്ന് ചർച്ച ചെയ്യുകയാണ്. വിധി എഴുതാൻ ഞാൻ ആളൊന്നുമല്ല. എങ്കിലും നമ്മുടെ ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ലല്ലോ. കേരളത്തിലെ സ്കൂളുകളിൽ മലയാളത്തെ ഒന്നാം ഭാഷയായി പ്രതിഷ്ഠിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിട്ട് കുറച്ച് കാലമായി. നമ്മുടെ ഭാഷയ്ക്ക് പുതുജീവൻ നൽകാൻ ഇത് കുറച്ചൊക്കെ സഹായിച്ചേക്കാം. എങ്കിലും ഭാഷ ഉപയോഗിക്കുന്നവർക്ക് ഭാഷയോട് സ്നേഹവും ഭാഷാ പഠനത്തിന് താല്പര്യവും ഇല്ലെങ്കിൽ സർക്കാരിൻ്റെ ഉത്തരവ് കൊണ്ട് ഒരു കാര്യവുമില്ല. പുതിയ പദങ്ങളും പ്രയോഗങ്ങളും ശൈലികളും ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നത് ഭാഷയുടെ വളർച്ചയിൽ സ്വാഭാവികമാണല്ലോ. എല്ലാ കാലത്തും എല്ലാ ഭാഷകളിലും അത് സംഭവിച്ചിട്ടുണ്ട്. ഒരു ഭാഷയിലെ എല്ലാ പദങ്ങൾക്കും, പ്രത്യേകിച്ച് നാമപദങ്ങൾക്ക് തത്തുല്യമായ അർത്ഥം നൽകുന്ന പദം മറ്റൊരു ഭാഷയിൽ ഉണ്ടാകണമെന്നില്ല. ഉണ്ടാക്കിയാൽ തന്നെ അത് ഹൃദ്യമാകാനിടയില്ല എന്ന് മാത്രമല്ല, വിരൂപമാകാനും ഉച്ചരിക്കാനും പ്രയോഗിക്കാനും ബുദ്ധിമുട്ടുണ്ടാകാനും സാധ്യതയുണ്ട്. ട്രെയിനിന് തീവണ്ടിയെന്നും എയ്റോപ്ലെയിനിന് വിമാനമെന്നും നമുക്ക് നല്ല പകരക്കാരുണ്ട്. പക്ഷേ കാർ, ബസ്, ലോറി, ജീപ്പ്, ട്രക്ക്, സ്വിച്ച്, ഫോൺ, ടെലിവിഷൻ തുടങ്ങി നമ്മുടെ നിത്യോപയോഗ ഭാഷയിൽ സ്ഥാനം നേടിക്കഴിഞ്ഞ ഒട്ടനേകം അന്യഭാഷാ പദങ്ങൾക്ക് പകരക്കാരെ കണ്ടുപിടിക്കാൻ കഴിയുമോ? കണ്ടുപിടിക്കേണ്ട ആവശ്യവുമില്ലല്ലോ. കണ്ടുപിടിച്ചാൽ തന്നെ അവ നാവിനിണങ്ങണമെന്നില്ല. ഇംഗ്ലീഷെന്നോ മലയാളമെന്നോ ഭേദം തോന്നാത്ത വിധം അവ നമ്മുടെ നാവിൻ തുമ്പിലും നിഘണ്ടുവിലും സ്ഥാനം നേടിക്കഴിഞ്ഞു. ഭാഷാപ്രയോഗങ്ങളിൽ നിയമങ്ങൾ ഉണ്ടായത് എന്നാണെന്ന് കൃത്യമായി നിർണ്ണയിക്കാനാവില്ല. എങ്കിലും കൃത്യമായ നിയമങ്ങളോടുകൂടിയാണ് എല്ലാ ഭാഷകളും വളർന്നു വികസിച്ചത് എന്നതിൽ തർക്കമില്ല. ഭാഷാപ്രയോഗ സുഗമതയ്ക്കും സൗന്ദര്യത്തിനും ഈ നിയമങ്ങൾ കൂടിയേ തീരുവാനും. ശുദ്ധഭാഷാ പ്രയോഗത്തിനുതകുന്ന നിയമങ്ങളാണ് വ്യാകരണശാസ്ത്രം. ഉച്ചാരണ വ്യാകരണ നിയമങ്ങൾ അറിയാത്ത കുഞ്ഞുങ്ങളും സംസാര വൈകല്യമുള്ളവരും സംസാരശേഷി ഇല്ലാത്തവരും ഉച്ചരിക്കുന്ന കാര്യങ്ങൾ കേൾവിക്കാർക്ക് മനസ്സിലാക്കാമെങ്കിലും ഭാഷയുടെ ലക്ഷ്യം അതുമാത്രമല്ലല്ലോ. കേൾവിക്കാരനും വായനക്കാരനും കാര്യം പിടികിട്ടിയാൽ മതി എന്നേ ഉള്ളുവെങ്കിൽ ഭാഷാപ്രയോഗം എങ്ങനെയുമാകാം. ഏതൊരു ഭാഷയിലും എന്നും പ്രയോഗ നിയമങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അനുമാനിക്കാം. വരമൊഴിയും വാമൊഴിയും തമ്മിൽ ചില അന്തരങ്ങൾ എല്ലാ ഭാഷയിലുമുണ്ട്. വാമൊഴിയിലുള്ള ഇളവും സ്വാതന്ത്ര്യവും ഔദ്യോഗിക ഭാഷയ്ക്ക് കൽപ്പിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് അച്ചടിക്കുന്ന എന്തിൻ്റെയും പരിപൂർണത എഴുത്തുകാരും സംശോധകരും എന്ന് വെച്ചാൽ എഡിറ്റർമാർ ഉറപ്പാക്കേണ്ടതുണ്ട്. അവരത് നന്നായി നിർവഹിക്കാതിരിക്കുമ്പോൾ വായനക്കാർ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയേക്കാം. എങ്കിലും തെറ്റ് ചൂണ്ടിക്കാട്ടൽ വായനക്കാരൻ്റെ ബാധ്യതയല്ല. ഏതൊരു മാസികയ്ക്കും പത്രത്തിനും പുസ്തകത്തിനും ഒരു എഡിറ്റർ ഉണ്ടാകും, ഒരു പരിശോധകൻ, സംശോധകൻ എന്ന് പറയാം. കയ്യിലെത്തുന്ന രചന തെറ്റുകൂടാതെ വായനക്കാരന് കൊടുക്കേണ്ട ചുമതല അയാളുടേതാണ്. എഴുതി കിട്ടിയ സൃഷ്ടിയെ വെട്ടിച്ചുരുക്കിയോ ചിലപ്പോൾ വലിച്ചു നീട്ടിയോ കൂടുതൽ മനോഹരമാക്കാനും അയാൾക്ക് കടമയും സ്വാതന്ത്ര്യവുമുണ്ട്. എം ടി വാസുദേവൻ നായർ, എൻ വി കൃഷ്ണവാര്യർ, കെ ബാലകൃഷ്ണൻ, ഉറൂബ്, കെ പി കേശവമേനോൻ തുടങ്ങിയവരൊക്കെ എഴുത്തിലെന്ന പോലെ എഡിറ്റിങ്ങിലെയും കേസരിമാർ തന്നെയായിരുന്നു. ഈ മഹാരഥന്മാരുടെ പിന്മുറക്കാരായി വിവിധ പ്രസിദ്ധീകരണങ്ങളിൽ ഇന്ന് എഡിറ്റർമാരായിരിക്കുന്നവരുടെ അശ്രദ്ധയോ അജ്ഞതയോ മൂലം വായനക്കാരൻ്റെ മുന്നിലെത്തുന്ന ഉൽപ്പന്നങ്ങളിൽ കാണുന്ന തെറ്റുകളും അബദ്ധങ്ങളും കണ്ട് ഭാഷാസ്നേഹികൾ അസ്വസ്ഥരാകുന്നുണ്ട്. ഉണ്ണുന്നവൻ അറിയുന്നില്ലെങ്കിൽ വിളമ്പുന്നവൻ അറിയണം എന്ന് പറയുന്നത് പോലെ എഴുതുന്നവൻ അറിയുന്നില്ലെങ്കിൽ പരിശോധിക്കുന്നവൻ അറിയണം എഴുത്തിലെ പാളിച്ചകൾ. പരിശോധകരായി ഇരിക്കുന്നവരെല്ലാം തന്നെ ഭാഷയിൽ ബിരുദവും അതിനു മേലെ യോഗ്യതയും ഒക്കെ ഉള്ളവരായിരിക്കും. എങ്കിലും അവരുടെ കൈകളിലൂടെ കടന്ന് വായനക്കാരന് കിട്ടുന്ന വിവരങ്ങൾ മിക്കപ്പോഴും വല്ലാതെ നിരാശപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ആനുകാലിക രചനകളിൽ കടന്നുകൂടുന്ന അബദ്ധങ്ങളും അസംബന്ധങ്ങളും വൈകല്യങ്ങളും പരിശോധിക്കുകയാണിവിടെ. ഏതെങ്കിലും എഴുത്തുകാരനെയോ എഡിറ്ററെയോ പ്രസിദ്ധീകരണത്തെയോ ആക്ഷേപിക്കാനോ താഴ്ത്തിക്കെട്ടാനോ അല്ല ഈ പരിശോധന.
ഭാഷാസ്നേഹം മാത്രമാണ് ഇതിൻ്റെ പിന്നിലെ പ്രേരക ഘടകം. ഒപ്പം കുറച്ച് ഭാഷാ വിചാരങ്ങൾ പകരുക എന്ന ലക്ഷ്യവുമുണ്ട്. ഞാനിവിടെ അവതരിപ്പിക്കുന്നവയിൽ ഒരു തെറ്റും വരില്ലെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. തെറ്റുകൾ ആർക്കും പറ്റാമല്ലോ. തെറ്റ് ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾ അത് ചൂണ്ടിക്കാണിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. തുടങ്ങാം. അവതരിപ്പിക്കുന്ന കാര്യത്തിലെ ആശയക്കുഴപ്പമാണ് ഇപ്പോൾ നമ്മൾ എടുത്തു നോക്കുന്നത്. ഒരു വാർത്തയാണ്. മലയാറ്റൂരിൽ കാട്ടുപന്നിയുടെ ആക്രമണം, വീട്ടമ്മ മരിച്ചു. ഇതൊരു വാർത്തയുടെ തലക്കെട്ടാണ്. 2013 മാർച്ച് 12 മനോരമ പത്രത്തിലെ ഒരു വാർത്തയുടെ തലക്കെട്ടാണ്. അതിലെ ചിത്രത്തിൻ്റെ അടിക്കുറിപ്പാണ് വിചിത്രം. നാട്ടുബലം. മൂലംകുഴിയിൽ വീട്ടമ്മയെ ആക്രമിച്ചു കൊന്ന ശേഷം അക്രമാസക്തനായ കാട്ടുപന്നിയെ വനം വകുപ്പ് അധികൃതർ മയക്കുവെടി വെച്ച് വീഴ്ത്തിയപ്പോൾ കാട്ടിൽ തുറന്നു വിടുന്നതിനായി വണ്ടിയിലേക്ക് നാട്ടുകാർ ചുമന്നുകൊണ്ടുപോകുന്നു. ഇനി ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. പെട്ടെന്ന് ആർക്കും ഇതിൽ കുഴപ്പം തോന്നുകയില്ല. എന്നാൽ കുഴപ്പമുണ്ടോ എന്നറിയാൻ നിങ്ങൾ ഇത് ഒരു വട്ടം കൂടി ഒന്ന് കേട്ടു നോക്കാം. വീട്ടമ്മയെ ആക്രമിച്ചു കൊന്ന ശേഷം അക്രമാസക്തനായ കാട്ടുപന്നിയെ കുഴപ്പം കണ്ടുപിടിച്ചെങ്കിൽ നിങ്ങൾ ഒരു നല്ല ഭാഷാ സ്നേഹിയാണ്, നല്ലൊരു വായനക്കാരനോ ശ്രോതാവുമാണെന്ന് പറയാം. ഇല്ലെങ്കിൽ നമുക്കൊന്ന് നോക്കാം. ആക്രമിച്ചു കൊന്ന ശേഷം അക്രമാസക്തനായ എന്നതാണ് ഈ പ്രയോഗത്തിലെ കുഴപ്പം. ആക്രമിച്ചു കൊല്ലുമ്പോൾ പന്നി വളരെ ശാന്തനായിരുന്നു എന്നല്ലേ മനസ്സിലാകുക. പിന്നെ കക്ഷി കുറച്ച് അക്രമം നടത്തിയേക്കാമെന്ന് വിചാരിച്ച് അക്രമാസക്തനായി എന്നല്ലേ. അങ്ങനെ ആകാൻ പറ്റുമോ പന്നിക്ക്? ഒരാളെ കൊല്ലുന്നത് തന്നെ അക്രമമല്ലേ? അക്രമമാണെന്ന് പന്നിക്ക് തോന്നുന്നില്ല, എങ്കിലും അതാണല്ലോ അക്രമം. ഈ ആശയക്കുഴപ്പമില്ലാതെ ഇതെങ്ങനെ അവതരിപ്പിക്കാമെന്ന് റിപ്പോർട്ടറും എഡിറ്ററും ആലോചിച്ചില്ല. മൂലംകുഴിയിൽ വീട്ടമ്മയെ ആക്രമിച്ചു കൊന്ന കാട്ടുപന്നിയെ വനം വകുപ്പ് അധികൃതർ മയക്കുവെടി വെച്ച് വീഴ്ത്തിയപ്പോൾ കാട്ടിൽ തുറന്നു വിടുന്നതിനായി നാട്ടുകാർ വണ്ടിയിലേക്ക് ചുമന്നുകൊണ്ടുപോകുന്നു എന്ന് എഴുതിയാൽ ഒരു ആശയക്കുഴപ്പവുമില്ല. മറ്റൊരു വാർത്ത ഇങ്ങനെയാണ്. വാഹനമോഷ്ടാവ് പിടിയിൽ. 2012 ഒക്ടോബർ 18 മാതൃഭൂമി പത്രത്തിലാണ് ഈ വാർത്ത. ആദ്യ വാക്യം: പട്രോളിംഗ് ഡ്യൂട്ടിക്കിടെ വാഹനമോഷ്ടാവ് പിടിയിൽ. വാഹനമോഷ്ടാക്കളും പട്രോളിംഗ് ഡ്യൂട്ടി തുടങ്ങിയോ എന്ന് തോന്നിപ്പോവും. അല്ലെങ്കിൽ പട്രോളിംഗ് ഡ്യൂട്ടി നടത്തുന്നവർ വാഹനമോഷണം തുടങ്ങിയോ എന്നും സംശയിക്കാം. മോഷണ ശ്രമത്തിനിടെ യുവാവ് പിടിയിൽ, പോക്കറ്റടിക്കിടെ തമിഴ് സ്ത്രീ പിടിയിൽ എന്നൊക്കെ കാണുമ്പോൾ ആരാണ് മോഷ്ടിക്കാൻ പോക്കറ്റടിക്കാൻ ശ്രമിച്ചത് എന്ന സന്ദേഹം നമുക്കുണ്ടാകുന്നില്ല. വാഹനം ഓടിക്കുന്നതിനിടെ ഡ്രൈവർ ഹൃദയാഘാതം മൂലം മരിച്ചു എന്ന് കാണുമ്പോൾ മരിച്ചത് ആരാണെന്ന് ചോദിക്കേണ്ടി വരുന്നില്ല. എന്നാൽ പട്രോളിംഗ് ഡ്യൂട്ടിക്കിടെ വാഹനമോഷ്ടാവ് പിടിയിൽ എന്ന് പറയുമ്പോൾ പട്രോളിംഗ് നടത്തിയത് മോഷ്ടാവാണെന്നല്ലേ തോന്നൂ. വാഹനമോഷ്ടാവിനെ പട്രോളിംഗ് പോലീസ് സംഘം പിടികൂടി എന്ന് എഴുതിയാൽ എത്ര നിസ്സാരമാണ്. ഒരു ആശയക്കുഴപ്പവും ഉണ്ടാകുന്നുമില്ല. ഇത്തരം രസകരമായ വാർത്തകൾ ധാരാളമുണ്ട്. അനുദിനമുള്ള നമ്മുടെ റേഡിയോ, TV, പത്രങ്ങൾ, ആഴ്ചപ്പതിപ്പുകൾ എന്നിവയിലെല്ലാം. ഭാഷയിലെ മുഴുവൻ തെറ്റുകളും തിരുത്താനൊന്നും നമുക്ക് പറ്റില്ല. എങ്കിലും ശ്രദ്ധയിൽപ്പെടുമ്പോൾ ഈ തെറ്റുകളൊന്ന് തിരുത്താനും ഏതാണ് ശരിയെന്ന് മനസ്സിലാക്കാനും ഒന്ന് ശ്രമിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ. നമുക്കിതിൻ്റെ വിചാരണ ഇനിയും തുടരും.